കൊച്ചിയുടെ പൊതുഗതാഗതം കേരളത്തിലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ പിന്നോക്കാവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് പറയാതിരിക്കാനാവില്ല. പൊതുഗതാഗതം ഉപയോഗിക്കുന്ന കാര്യത്തിനെ സംബന്ധിച്ച് വ്യക്തമായ അവബോധമില്ലായ്മയാണോ അതല്ല അതിനപ്പുറത്ത് നമുക്ക് നമ്മുടെ സ്വന്തം വാഹനം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ശരി എന്നുള്ള തോന്നലാണോ അതിന് പിന്നിലെന്ന് വ്യക്തമായി പറയാനാവുന്നുമില്ല. എന്തുമാവട്ടെ, പൊതുഗതാഗതത്തിന് വേണ്ടിയിട്ട് വളരെ സുശക്തമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് പല ഏജൻസികളുടെ ഭാഗത്തും ഉണ്ടാവുമ്പോഴും അതിന് കാര്യമാത്ര പ്രസക്തമായ റെസ്പോൺസ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല കാരണങ്ങൾ ഇതിൻ്റെ പിന്നിൽ നമുക്ക് കാണാനാവുന്നുണ്ട്. ഒന്ന്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുഗതാഗതം ഉപയോഗിക്കാൻ പാകത്തിന് ബസ് സർവീസുകളും അതുപോലെ വാഹന സൗകര്യങ്ങളും കൃത്യമായി ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവണം. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം 3-4 സുപ്രധാന റോഡുകളെ കേന്ദ്രീകരിച്ചാണ് ബസ് റൂട്ടുകൾ മുഴുവനായും നിലവിലുള്ളത്. ആ സുപ്രധാന ബസ് റോഡുകളിലേക്ക് സാധാരണക്കാരന് എത്തിച്ചേരണമെങ്കിൽ പലപ്പോഴും 2-3 കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. ആ അവസ്ഥ തരണം ചെയ്യാനായിട്ട് സമയത്തിൻ്റെ പ്രശ്നങ്ങളും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ആളുകൾ തയ്യാറാവുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അവരവരുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുകയാണ്. പിന്നെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു കുഴപ്പം, അവിടെ ഒരു വീട്ടിൽ തന്നെ ഇന്നത്തെ അവസ്ഥയിൽ 2-3 കാറുകളും അതിലേറെ 2 വീലേഴ്സും മിക്കവാറും വീടുകളിലും ഫ്ലാറ്റുകളിലും ഒക്കെ ഉണ്ട്. ഒരേ സമയത്ത് തന്നെ ഒരു വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൽ നിന്നോ പുറപ്പെടുന്നവർ ഒറ്റയ്ക്ക് വ്യത്യസ്തമായ കാറുകളിലോ 2 വീലറുകളിലോ ആണ് യാത്ര ചെയ്യുന്നത്. ആ ഒരു ശീലത്തിന് മാറ്റമുണ്ടാക്കി പൊതുഗതാഗതത്തിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആക്സസിബിലിറ്റിയിലേക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് മെട്രോ റെയിലിലേക്ക് തന്നെ ആളുകൾക്ക് വേണമെങ്കിൽ അവർക്ക് എത്തിച്ചേരാവുന്ന ഏറ്റവും നിയറസ്റ്റ് മെട്രോ സ്റ്റേഷന് സമീപത്ത് കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത് വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനും ഉപയോഗിക്കുന്നില്ല. അവിടെ സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ കാറോ ബൈക്കുകളോ ഉപയോഗിക്കുന്നവരുടെ മറുപടി, ഇത്രയും കാലമായിട്ടും ഇത്രയേറെ കോടികൾ ചെലവഴിച്ച്, ആയിരക്കണക്കിന് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച മെട്രോ സ്റ്റേഷന് ഇന്നും പാർക്കിംഗ് സൗകര്യം വളരെ മോശമായ അവസ്ഥയിലാണ് നിലനിൽക്കുന്നതെന്നാണ്. അത് യാഥാർത്ഥ്യവുമാണ്. കൊച്ചിയുടെ പാർക്കിംഗ് മറ്റേതു നഗരങ്ങളെയും അപേക്ഷിച്ച് വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. പാർക്കിങ്ങിൽ വേണ്ട മാറ്റങ്ങളുണ്ടാവണം, സൗകര്യങ്ങളുണ്ടാവണം. പ്രധാന മെട്രോ സ്റ്റേഷനിൽ ഇപ്പോൾ കലൂരാണെങ്കിലും പാലാരിവട്ടമാണെങ്കിലും അതുപോലുള്ള പ്രധാന മെട്രോ സ്റ്റേഷൻ സമീപത്ത് പോലും MG റോഡിലൊന്നും പാർക്കിങ്ങിന് യാതൊരു സൗകര്യവുമില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ പ്രധാന സ്റ്റേഷന് സമീപത്ത് പോലും പാർക്കിംഗ് സൗകര്യം ഉണ്ടാവുന്നില്ല. അതൊരു കാരണം. അതുപോലെ തന്നെ മെട്രോയെ പറ്റി പറഞ്ഞാൽ, മെട്രോയുടെ ടിക്കറ്റ് നിരക്ക് സാധാരണ ആളുകൾക്ക് അഫോർഡ് ചെയ്യാവുന്നതിനും കൂടുതലാണ്. ഇപ്പോൾ കൊച്ചിയിലെ സാധാരണ യാത്രക്കാർ ഓടിപ്പോകുന്ന ബസ്സിൽ ചാടിക്കയറി പോകുന്ന ആളുകളാണ്. കാരണം ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാനാവുന്നതെന്നാണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ പണം ചെലവഴിച്ച് മെട്രോ സ്റ്റേഷനിൽ കടന്നു ചെന്ന് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി യാത്ര ചെയ്യുന്നു. അപ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന സമയം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമാണ്. അപ്പം അതിനൊക്കെ പരിഹാരമുണ്ടാക്കാനായിട്ട് മെട്രോ തയ്യാറാവുകയാണെങ്കിൽ, അതായത് മെട്രോയുടെ നിരക്ക് കുത്തനെ താഴേക്ക് ഇറക്കണം. ഇപ്പോൾ പറയുന്നത് 2.5 ലക്ഷം യാത്രക്കാർ ഒരു ദിവസം ഉണ്ടെങ്കിലാണ് മെട്രോയിൽ നഷ്ടമില്ലാതെ ബ്രേക്ക് ഈവണായിട്ട് പോകാൻ കഴിയുമെന്നാണ്. ഇപ്പോൾ 2.5 ലക്ഷത്തിന് പകരം നിലവിലെ കോവിഡിന് മുമ്പുള്ള പരിതസ്ഥിതി പരിശോധിച്ചാൽ 65,000 ആളുകളെയാണ് മെട്രോ ഇപ്പോൾ ഉൾക്കൊള്ളുന്നത്. 65,000 പാസഞ്ചേഴ്സ്. ഈ 65,000-ൽ നിന്നും 2.5 ലക്ഷത്തിലേക്ക് കടക്കുമ്പോഴാണ്
മെട്രോ ബ്രേക്ക് ഈവൺ ആവുന്നത്. ആ ബ്രേക്ക് ഈവൺ ആവണമെങ്കിൽ സ്വാഭാവികമായും റേറ്റ് കുത്തനെ കുറയ്ക്കണം. ഇന്ന് നിലവിലുള്ള റേറ്റിൻ്റെ നേരെ പകുതിയാക്കി നിരക്ക് നിജപ്പെടുത്തിയാൽ ഇന്ന് കയറുന്നതിൻ്റെ യാത്ര ചെയ്യുന്നതിൻ്റെ 3-4 മടങ്ങ് ആളുകൾ മെട്രോയിൽ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ അതിനെപ്പറ്റി നടത്തിയൊരു പഠനവും അത് തന്നെ പറയുന്നത്. ആളുകൾക്ക് ഇത്രയും കൂടിയ നിരക്കിൽ യാത്ര ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അത് ഒരു പരിഹാര മാർഗമാക്കി കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം അതും മെട്രോ ട്രെയിനിനകത്ത് തന്നെ ആക്കാൻ സാധിച്ചാൽ കുറേ കൂടി ആളുകൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. മെട്രോയുടെ കാര്യമാണ് നിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ഭാഗത്തേക്ക് കടക്കുന്നത് ഇപ്പോൾ കൊച്ചിയിൽ വ്യാപകമായി പ്രചാരമുണ്ട്. വളരെ വിപുലമായ ഒരു നെറ്റ്വർക്ക് ജലയാനങ്ങൾക്ക് വേണ്ടി നടത്തുന്നു എന്നുള്ളത്. വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ ഭാഗങ്ങളിലേക്ക് ജലയാനങ്ങൾ ജലയാനങ്ങളിലൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്യുകയാണ്. നല്ല കാര്യമാണ്. ജലയാനങ്ങളെ പരമാവധി ഉപയോഗിക്കുവാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ജനങ്ങൾ തയ്യാറുമാണ്. അതിന് ഇന്ന് നിലവിലുള്ള ബോട്ടുകളുടെ സൗകര്യം പോരാ എന്ന് പറയാതിരിക്കാനാവില്ല. അവിടെ സ്പീഡ് ബോട്ടുകൾ ഉണ്ടാവണം. ആളുകൾക്ക് കൃത്യമായ സമയക്രമങ്ങളിൽ ബോട്ട് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അതുപോലെ തന്നെ സുരക്ഷ വളരെ സുപ്രധാനമാണ്. വലിയ ബോട്ടുകളായിരിക്കുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ പരമാവധി ഉണ്ടാവുകയും വേണം. അതൊരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു വിഷയമുള്ളത്, നിലവിൽ റോഡ് ഗതാഗതം വളരെ പരിമിതമാണെന്ന് നമ്മൾ ആദ്യം സൂചിപ്പിച്ചു. ആ പരിമിതി ജലയാനങ്ങളെ പോലും ബാധിക്കുന്ന സാഹചര്യമാണ് നിൽക്കുന്നത്. കാരണം എവിടെയൊക്കെ ബോട്ട് വന്ന് നിൽക്കുന്നുവോ, എവിടെ അവസാനിക്കുന്നുവോ അവിടെയൊക്കെ മറ്റ് ഉപരിതല ഗതാഗതം വഴി എത്തിച്ചേരുവാനുള്ള വാഹന സൗകര്യം ഉണ്ടാവണം. ബസ് റൂട്ടുകളുടെ കണക്ടിവിറ്റി സ്വാഭാവികമായും പ്രധാനപ്പെട്ട വാട്ടർ മെട്രോ സ്റ്റേഷനുകളിലും ബന്ധപ്പെടുത്തി ഉണ്ടാവണം. അത്തരം ക്രമീകരണങ്ങളൊന്നും ഇതുവരെ നടപ്പിലാക്കിയതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇതുപോലെ പല വിഷയങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ യഥാതഥമായ ബോധവൽക്കരണവും നടപ്പിലാവുകയാണെങ്കിൽ ക്രമേണയെങ്കിലും ആളുകൾ അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക്, അത്തരമൊരു ചിന്താഗതിയിലേക്ക് എത്തിച്ചേരുമെന്നും ലോകമെമ്പാടും വളരെ വിജയകരമായി പൊതുഗതാഗതം വിജയിച്ചിരിക്കുന്നത് പോലെ തന്നെ കേരളത്തിലും അനധിവിദൂരമായ ഭാവിയിൽ പൊതുഗതാഗത ഉപയോഗം പ്രാവർത്തികമാകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. വളരെ സുപ്രധാനമായ ഈ വിഷയം ഇന്ന് നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ശ്രീ BJ ആൻ്റണിയാണ്. അദ്ദേഹം റിട്ടയേർഡ് സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ്. വിഷയാവതരണത്തിനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മൾ ആദ്യം പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പറ്റി വളരെ വിശദമായിട്ടൊന്നും നമ്മളുടെ ഈ ഗ്രൂപ്പിൽ പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്താണ് പബ്ലിക് ട്രാൻസ്പോർട്ട്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാമെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. ഒന്ന്, ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റോഡുകളിലെ കഞ്ചഷൻ, ടു അഡ്രസ് കഞ്ചഷൻ ഓൺ ദ റോഡ്. അത് ലോകം മുഴുവൻ ഇപ്പൊ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് സ്ട്രെങ്തൻ ചെയ്യാതെ നമുക്ക് കഞ്ചഷൻ ഒന്നും കുറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ കഞ്ചഷൻ കൊണ്ട് വരുന്ന യൂസ്ഫുൾ മാനവർ വേസ്റ്റേജ്, അത് വളരെ വലിയ എമൗണ്ടിനുള്ള ഒരു മാനവർ വേസ്റ്റേജ് ഉണ്ട്. അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസിറ്റ് സിസ്റ്റമാണ്. നമ്മൾ കാറോ അതുപോലെയുള്ള പേഴ്സണലൈസ്ഡ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ ചീപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, എല്ലാ വിഭാഗം ആളുകൾക്കും നമുക്ക് എന്താ പറഞ്ഞ യൂസ് ചെയ്യാനായിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞത്. അതുപോലെ അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് പോലെ നമുക്ക് കിട്ടുന്ന മറ്റൊരു കാര്യം റോഡ് സേഫ്റ്റിയാണ്.
കാരണം റോഡിലെ വാഹനങ്ങളുടെ എണ്ണം ഇതുകൊണ്ട് കുറക്കാൻ പറ്റുമ്പോൾ ആക്സിഡൻസും കുറക്കാൻ പറ്റും. അങ്ങനെ ടു അച്ചീവ് റോഡ് സേഫ്റ്റി പബ്ലിക് ട്രാൻസ്പോർട്ട് ഈസ് നെസസറി. അതുപോലെ തന്നെ നമുക്കറിയാം, കൂടുതൽ കാറുകൾ നിരത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് പോവുകയാണെങ്കിൽ, നമ്മളുടെ നാഷൻസ് ഫ്യൂവൽ ബില്ല് നമുക്കറിയാം, നമ്മളുടെ 82% ഓഫ് ഓയിൽ റിക്വയർമെന്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്കൊരു വിദേശ നാണ്യ ലാഭം കൂടി നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് നമ്മൾ ലോകം നേരിടുന്നുകൊണ്ടിരുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ, അത് ഡേഞ്ചറസ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ് അതുകൊണ്ടുണ്ട്. അപ്പൊ അതും നമുക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഒരു യൂസിലൂടെ നമുക്ക് കുറക്കാൻ പറ്റും. എന്തൊക്കെയാണ് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് ഓഫർ ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് ഈ സ്ലൈഡുകളിലൂടെ ഞാൻ പോകും, കാരണം ഇതൊക്കെ ഒരു ജനറൽ ആയിട്ടുള്ള സ്ലൈഡുകളാണ്. പ്രൊവൈഡ്സ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്, ഇറ്റ്സ് എ സേഫർ വേ ടു ട്രാവൽ ദാൻ ബൈ എനി അതർ മോഡ്. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ സേവ്സ് മണി, reduces nation's fuel consumption, reduces carbon footprint, enhances personal opportunities, acts as catalyst for socializing and connecting with communities, help for healthy life. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. വാട്ട് ക്യാൻ ബി ഡൺ ടു അഡ്രസ് ട്രാൻസ്പോർട്ട് ഇഷ്യൂ. അപ്പൊ നമ്മളിവിടെ സാധാരണ എല്ലാ വെബിനാറുകളിലും മീറ്റിങ്ങുകളിലും ഒക്കെ പറയും, നമ്മൾ കുറെ റോഡ് വീതി കൂട്ടണം, അല്ലെങ്കിൽ ഫ്ലൈ ഓവർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ കൂടുതൽ പോലീസുകാരെ നമ്മൾ റോഡിൽ വെച്ചാൽ ഇതൊക്കെ ചെയ്യാം, ഈ പറയുന്ന കൺജഷൻ എല്ലാം കുറക്കാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. പക്ഷേ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റഡികളെല്ലാം നോക്കുമ്പോൾ ഇതൊന്നുമല്ല അതിന്റെ ഒരു ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ. ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവുമാണ് അത്, ബട്ട് ഫീസിബിൾ ആണ്. റോഡ് വൈഡനിങ്ങും അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ്. പക്ഷെ നമ്മുടെ കേരളത്തില് ഈ റോഡിന്റെ സ്ഥലമെടുപ്പും കാര്യങ്ങളും ഒക്കെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ട് അത് ഒരു ഫീസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. അതേപോലെ തന്നെ ട്രാഫിക്കിന് വേണ്ടിയിട്ട് കൂടുതൽ ആളുകളെ വെക്കുന്നതും ഒരു ഫീസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് ഇപ്പൊ കാണുന്നില്ല. ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് പ്രോഗ്രാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സ്ട്രെങ്തൻ ചെയ്ത് നമുക്കറിയാം, പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവിടെ ഉണ്ട്, നമ്മുടെ കൊച്ചിയിൽ ഇഷ്ടംപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്. പക്ഷെ അത് പലപ്പോഴും അതിന്റെ യൂസ് നമുക്കറിയാം. ഇപ്പൊ ഈ വെബിനാർ തന്നെ നമ്മൾ വെക്കാൻ കാര്യം ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ യൂസ് അത്ര എന്താ പറഞ്ഞ നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഇത് ജനങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ കുറെ കാര്യങ്ങൾ വേണം. അതാണ് നമ്മൾ ഇപ്പൊ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. അത് വളരെ റിലയബിൾ ആയിരിക്കും. നമുക്ക് നമ്മളുടെ പല പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിങ്ങിനോ അല്ല ഓഫീസിനോ ഒക്കെ പോകുമ്പോൾ ഈ സാധനം ഇല്ലെങ്കിൽ നമ്മൾ വെട്ടിലായി പോകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ആളുകൾ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് കാർസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം അത് റിലയബിൾ ആയിരിക്കണം. രണ്ടാമത് വളരെ അഫോർഡബിൾ ആയിരിക്കണം. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ആളുടെ ഒരു ഡെയിലി കിട്ടുന്ന വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം മേടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അത് വളരെ അഫോർഡബിൾ ആയിരിക്കണം, സേഫ് ആയിരിക്കണം. അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ പിടിച്ച് ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ നമുക്കറിയാം, ചില ബസ്സുകളിലൊക്കെ തന്നെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു സേഫ്റ്റി കൺസേൺ തന്നെ തോന്നാറുണ്ട്. അങ്ങനെ സേഫ് ആയിരിക്കണം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ആക്സസിബിൾ ആയിരിക്കണം. നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് കിട്ടണം, എല്ലാ ഭാഗത്തും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ അതിന്റെ മറ്റൊരു കാര്യം വെച്ചാൽ അത് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കണം, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കണം. അതുപോലെ തന്നെ അത് ഹൈ ക്വാളിറ്റി സിസ്റ്റം ആയിരിക്കണം. നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ. അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ജനങ്ങൾ അതിലേക്ക് കയറാനായിട്ട് താല്പര്യപ്പെടില്ല. അപ്പൊ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിപ്പോ പലപ്പോഴും പറയും നമ്മൾ ട്രാഫിക് ജാം ഉണ്ട്, ട്രാഫിക് ശരിയല്ല, ട്രാഫിക് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഈ പുതിയ കോൺസെപ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട പുതിയ കോൺസെപ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവിങ് മൊബിലിറ്റി ഓഫ് പീപ്പിൾ ആണ്, അല്ലാതെ മൊബിലിറ്റി ഓഫ് വെഹിക്കിൾസ് അല്ല. റിഡക്ഷൻ ഓഫ് നീഡ് ഓഫ് പ്രൈവറ്റ് വെഹിക്കിൾസ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കുറെ അധികം വാഹനങ്ങൾ റോഡിൽ വരുത്തി ആ വാഹനങ്ങൾക്ക് ഉള്ള സൗകര്യം കൊടുക്കലല്ല മൊബിലിറ്റി എന്ന് പറയുന്നത്. ആ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മൊബിലിറ്റിയാണ്. എത്ര ആളുകൾ മൊബിലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്, അല്ലാതെ എത്ര വാഹനങ്ങൾ മൊബിലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതല്ല.
ഇന്ത്യയിൽ നമുക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ പല പോളിസികളും ഉണ്ട്. അതിൽ നാഷണൽ അർബൻ ട്രാൻസ്പോർട്ട് പോളിസി, മോഹ്വാഡ നാഷണൽ അർബൻ ട്രാൻസ്പോർട്ട് പോളിസി 2006, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നാഷണൽ പബ്ലിക് ട്രാൻസ്പോർട്ട് പോളിസി ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെട്രോ പോളിസികളൊക്കെ ഉണ്ട് അർബൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്. നാഷണൽ അർബൻ ട്രാൻസ്പോർട്ട് പോളിസി 2006 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ വളരെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഇന്ത്യയുടെ മൊബിലിറ്റിയിൽ കൊണ്ടുവന്ന ഒരു പോളിസിയാണ്. അതിൽ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എംഫസൈസ് ഓൺ ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് ഗുഡ്സ് ഇൻ എൻ എഫിഷ്യന്റ് മാനർ ഫോർ ദ ഫാസ്റ്റർ, സേഫർ ആൻഡ് സസ്റ്റൈനബിൾ മീൻസ് ഓഫ് ട്രാവൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ മോഡ്സ് ആസ് ഔട്ട്ലൈൻഡ് ഇൻ നാഷണൽ അർബൻ ട്രാൻസ്പോർട്ട് പോളിസി 2006. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ആണ് അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലാതെ മൂവ്മെന്റ് ഓഫ് വെഹിക്കിൾ എന്ന് അതിൻ്റെ അകത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ദ ഇന്റഗ്രേറ്റഡ് മൾട്ടി മോഡൽ മൊബിലിറ്റി സിസ്റ്റം ഷാൽ ബ്രിങ് ടുഗദർ ഓൾ ദ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ടു ഓഫർ ആൻ IT enabled citizen centric mobility services to the people of Kerala and transforming the goods transportation as a priority service and make public transportation the primary choice for all sections of the society and thus reducing the dependency on personalized modes of transport. അപ്പോൾ ഈ നാഷണൽ അർബൻ ട്രാൻസ്പോർട്ട് പോളിസിയുടെ പിന്തുടർന്നുകൊണ്ട് കേരളത്തിലും ഇതുപോലെയുള്ള ചില നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാഷണൽ അർബൻ ട്രാൻസ്പോർട്ട് പോളിസിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡയറക്ട് ദ സിറ്റീസ് ടു പ്രിപ്പയർ CMP. CMP എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കോംപ്രിഹെൻസീവ് മൊബിലിറ്റി പ്ലാൻ ആസ് പാർട്ട് ഓഫ് ലോങ് ടേം അർബൻ ട്രാൻസ്പോർട്ട് സ്ട്രാറ്റജി പ്രൊവൈഡിങ് എ സസ്റ്റൈനബിൾ ഇംപ്രൂവ്മെന്റ് ഓഫ് പീപ്പിൾസ് മൊബിലിറ്റി. അപ്പോൾ ഒരു CMP എല്ലാ നഗരങ്ങൾക്കും അതിന്റെ ഒരു കോംപ്രിഹെൻസീവ് മൊബിലിറ്റി പ്ലാൻ വേണമെന്ന് നാഷണൽ അർബൻ ട്രാൻസ്പോർട്ട് പോളിസി പറയുന്നുണ്ട്. CMP എന്ന് പറഞ്ഞാൽ അതൊരു പോളിസി മാത്രമാണ്, അതൊരു ആക്ടോ അല്ലെങ്കിൽ അത് ഒരു റൂളോ ഒന്നുമല്ല. CMP എന്ന് പറഞ്ഞ ഒരു വിഷൻ ഡോക്യുമെന്റ് ആണ്. CMP is a non statutory document focusing on urban transport solutions. ഭാഗ്യത്തിന് കൊച്ചിക്ക് ഇപ്പോൾ നമ്മളൊരു മെട്രോ സിറ്റി ആയ കൊച്ചിക്ക് ഇങ്ങനെ ഒരു പോളിസി, ഒരു CMP കൊച്ചിയിലുണ്ട്. ഇപ്പോൾ നമ്മള് കൊച്ചിയുടെ ഗതാഗത കാര്യങ്ങളെ സംസാരിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ചില പഠന റിപ്പോർട്ടുകളാണ് ഇതെല്ലാം. ഇവിടെ നമുക്ക് ഒരു 2.1 മില്യൺ പോപ്പുലേഷൻ ആണ് കൊച്ചി എന്ന് പറഞ്ഞത്. കൊച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് GCDA ജിഡ ഏരിയയാണ്. ഏകദേശം 632 സ്ക്വയർ കിലോമീറ്റർ ഏരിയ. അപ്പൊ അവിടെ ഏകദേശം 2+ മില്യൺ ആളുകളുണ്ട്. ഇവിടുത്തെ ട്രാവൽ ഡിമാൻഡ്, അത് സ്റ്റഡി ചെയ്തതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ട്രാവൽ ഡിമാൻഡ് കാണിക്കുന്നത് അത്രയും തന്നെ ട്രാവൽ ഡിമാൻഡ് കാണിക്കുന്നുണ്ട്. 2 മില്യൺ പാസഞ്ചർ ട്രിപ്സ് പെർ ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം പോപ്പുലേഷന്റെ അടുത്തുള്ള അത്രയും ട്രിപ്പുകൾ ആളുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരാൾ തന്നെ ചിലപ്പോൾ ഒരു ദിവസം 2-4 ട്രിപ്പുകളൊക്കെ ഉപയോഗിക്കും. അതാണ് അങ്ങനത്തെ കണക്കിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിലെ വളരെ പ്രധാനപ്പെട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് ഇൻക്ലൂഡ്സ് NMT. NMT എന്ന് പറഞ്ഞാൽ നോൺ മോട്ടോറൈസ്ഡ് ട്രാൻസിറ്റ്. നോൺ മോട്ടോറൈസ്ഡ് ട്രാൻസിറ്റ് നമ്മൾ വാക്കിംഗ് എന്ന് വേണേൽ പറയാം. അപ്പോൾ അങ്ങനെ അത് ഉൾപ്പെടെയാണ് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ NMTയുടെ ഇവിടെ ട്രിപ്പ് ലെങ്ത് നമ്മൾ സ്റ്റഡിയിൽ കണ്ടത് കൊച്ചിയിൽ 2.78 കിലോമീറ്റർ ആണ്. എന്ന് വെച്ചാൽ ഏകദേശം 3 കിലോമീറ്ററിൽ താഴെ ആളുകൾ നടക്കുന്ന ആളുകൾക്ക് ആ ഒരു ട്രിപ്പ് ലെങ്ത് അങ്ങനെയാണ്. 2 വീലറിന്റെ ട്രിപ്പ് ലെങ്ത് കണ്ടുപിടിച്ചിരിക്കുന്നത് 9.44 കിലോമീറ്റർ. അതുപോലെ തന്നെ 4 വീലറിന്റെ 10.32 കിലോമീറ്റർ, പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ 10.64 കിലോമീറ്റർ. ഞാനത് കാണിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ എല്ലാവരും പറയും നമ്മൾ ദൂരെ പോകണമെങ്കിൽ കാർ വേണം എന്നൊക്കെ പറയും. പക്ഷെ ഇവിടുത്തെ സ്റ്റഡിയിൽ എല്ലാ ആളുകളെയുമായിട്ടുള്ള പല രീതിയിലുള്ള സ്റ്റഡികൾ നടത്തിയിട്ടുണ്ട്. അവരുമായിട്ടുള്ള സംബന്ധിച്ചും അല്ലാതെയൊക്കെ ഉള്ള സ്റ്റഡികൾ ഏകദേശം 4 വീലേഴ്സ് അല്ലെ കാറിൽ പോകുന്ന ആളുകളുടെ ട്രിപ്പ് ലെങ്തും അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ട്രിപ്പ് ലെങ്ത് ഏകദേശം ഈക്വൽ ആണ്. വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതുപോലെ തന്നെ 2 വീലറുകളിൽ പോകുന്ന ആളുകളും ഏകദേശം അത്രയും തന്നെ അതിനടുത്ത് തന്നെ വരുന്ന ഒരു ട്രിപ്പ് ലെങ്ത് ആണുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഈ 4 വീലറുകളും 2 വീലറുകളും നമുക്ക് വളരെയധികം കുറക്കാൻ പറ്റും പബ്ലിക് ട്രാൻസ്പോർട്ട് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു സ്ലൈഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ കൊച്ചിയിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട്
പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമുക്ക് മെട്രോ റെയിൽ ഉണ്ട്, അതുപോലെ സിറ്റി ബസ് ഉണ്ട്, ഫെറി ബോട്ട് ഉണ്ട്, റെയിൽ സിസ്റ്റം ഉണ്ട്, അങ്ങനെ ഇതുണ്ട്. അതിപ്പം നിലവിലുണ്ട്. ഇനി അത് കൂടാതെ തന്നെ നമ്മൾ കൊച്ചിയിലേക്ക് കുറെ അധികം കാര്യങ്ങൾ, ഗ്രീൻ മൊബിലിറ്റി കോറിഡോർ, LRT ഉൾപ്പെടെയുള്ള കുറെ അധികം കാര്യങ്ങൾ നമ്മൾ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി ഒരു പ്ലാൻഡ് ഐറ്റം ആയിട്ട്, അല്ലെ പ്ലാനിങ്ങിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. ഇത് കൊച്ചിയുടെ ആ മാപ്പില് ഇതിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ, മാപ്പ് വളരെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ, നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, മെട്രോ അലൈൻമെന്റ്, അതുപോലെ അത് GCDI ഏരിയ എല്ലാം കൊണ്ടിട്ടുള്ള ഒരു സ്റ്റഡിക്കുള്ള ഇതാണ് അത്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിന് എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമ്മള് അതിലെ നമ്മളുടെ ഈ മോഡ് ഷെയർ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മോഡ് ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തര് ഓരോരോ വിഭാഗങ്ങൾ, അല്ലെങ്കിൽ കാറ്, മോട്ടോർ സൈക്കിള്, നടക്കല്, അതുപോലെ സൈക്കിള്, പബ്ലിക് ട്രാൻസ്പോർട്ട്, ഇതൊക്കെ എത്ര ശതമാനമാണ് നിലവിലുള്ള മോഡ് ഷെയർ. അപ്പൊ ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കും. ഇത് കോംപ്രിഹെൻസീവ് മൊബിലിറ്റി പ്ലാൻ CMBയിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ്. അത് CMB 2017 CMB ഉണ്ടാക്കുമ്പോൾ ഉള്ള സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് 42% പബ്ലിക് ട്രാൻസ്പോർട്ട് ജനങ്ങള് 42% ജനങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 26% ആളുകൾ ടൂ വീലർ യൂസ് ചെയ്യുന്നുണ്ട്. 12% ആളുകൾ നടക്കുന്നുണ്ട്. കാറ് 10% ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. 10% ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളാണ്, അല്ലാതെ 10% കാറുകളല്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വളരെയധികം കാറുകളുണ്ട്, പക്ഷെ നമുക്ക് മനസ്സിലാവും വളരെ കുറച്ച് ആളുകളെ അതിൻ്റെ അകത്ത് മൂവ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ മൊബിലിറ്റി കുറച്ച് പേർക്കേ ഉള്ളൂ. അതുപോലെ ഓട്ടോറിക്ഷ 7%, സൈക്കിൾ 3%. ഇങ്ങനെയാണ് CMBയുടെ സ്റ്റഡി റിപ്പോർട്ട്. ഈ സ്റ്റഡി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഓരോ വർഷവും ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിലുള്ള മോഡ് ഷെയർ 3% വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 42% ഉണ്ടെന്നുള്ളത് ഇപ്പം 3% വെച്ച് 3 വർഷം കുറഞ്ഞപ്പോൾ ഏകദേശം 9%-ഓളം വീണ്ടും കുറഞ്ഞിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഇതാണ് നമ്മുടെ കൊച്ചിയിലെ CMB പ്രകാരമുള്ള മോഡ് ഷെയർ, പബ്ലിക് ട്രാൻസ്പോർട്ടിലെ മോഡ് ഷെയർ. കൊച്ചിയിലെ ഈ പറയുന്ന ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് മോഡുകളാണ് നമുക്കുള്ളത്. ഓട്ടോറിക്ഷ ഉണ്ട്, ഫെറി സിസ്റ്റം ഉണ്ട്, പ്രൈവറ്റ് ബസ് സിസ്റ്റം ഉണ്ട്, അതുപോലെ KURTCയുടെയും KSRTCയുടെയും സിസ്റ്റം, മെട്രോ സിസ്റ്റം. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കൊച്ചിയിൽ നിലവിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തില് ഒരു മോഡ് വൈസ് ഓപ്പറേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി റിപ്പോർട്ടാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇതിൽ നമുക്ക് ഓട്ടോറിക്ഷ ഉണ്ട്, ഫെറി ഉണ്ട്, പ്രൈവറ്റ് ബസ് ഉണ്ട്, KURTC ഉണ്ട്, KSRTC ഉണ്ട്. ഇതില് വളരെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ KURTCയും KSRTCയും വളരെ നഷ്ടത്തിലാണ് ഈ കൊച്ചിയിൽ കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതേ സമയത്ത് പ്രൈവറ്റ് ബസ്സുകാർ അല്പമെങ്കിലും ലാഭത്തിലും. ഇത് ഈ കൊറോണ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് കേട്ടോ. കൊറോണ വന്നതിന് ശേഷമുള്ള പ്രൈവറ്റ് ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. ഇത് അതിന് മുമ്പ് ഒരുമാതിരി ഒരു നോർമൽ സിറ്റുവേഷനിലുള്ള ഒരു കാര്യമാണ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സും വലിയ കുഴപ്പമില്ലാത്ത ഒരു നിലവിലാണ് ഇരിക്കുന്നത്. വളരെ രസകരമായ ഒരു കാര്യം അതിൽ നമുക്ക് കാണാൻ പറ്റും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KSRTCയുടെയും KURTCയുടെയും കോസ്റ്റ് പെർ കിലോമീറ്റർ. KSRTCക്ക് 85 രൂപയാണ് കോസ്റ്റ് പെർ കിലോമീറ്റർ വരുന്നത്. ചെലവ് ഭയങ്കര ചെലവാ. അതേപോലെ തന്നെ കോസ്റ്റ് പെർ കിലോമീറ്റർ KURTCക്ക് 69 രൂപയും, അത് തന്നെ കോസ്റ്റ് പെർ കിലോമീറ്റർ പ്രൈവറ്റ് ബസ്സുകൾക്ക് 37 രൂപയുമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കോസ്റ്റ് കുറഞ്ഞത് കൊണ്ടാണ് പ്രൈവറ്റ് ബസ്സിൽ അല്പം അല്ലെങ്കിൽ എങ്കിലും ലാഭത്തിൽ കാണിക്കുന്നത്. അല്ലാതെ അവർക്ക് കൂടുതൽ ആള് കിട്ടിയിട്ടോ ഒന്നുമല്ല. അവര് ഓപ്പറേഷണൽ കോസ്റ്റും മറ്റ് ഓവർഹെഡ് കോസ്റ്റുകളെല്ലാം വളരെ കുറച്ച് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടിയത്. അപ്പോ കൊച്ചിയിലെ KSRTC വളരെ പരിതാപകരമായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നതെന്ന് ഈ സ്റ്റഡി റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവും.
നമ്മള് ഈ കൊച്ചിയെ പറ്റി, കൊച്ചിയുടെ പൊതുഗതാഗത കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഈ കൊച്ചി മെട്രോനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. മെട്രോ ഇപ്പോ ആലുവ മുതൽ പേട്ട വരെ 24 കിലോമീറ്ററിന്റെ അടുത്ത് നമ്മള് കൊച്ചിയുടെ ഇത് ഓടുന്നുണ്ട്. ഹലോ, ഓക്കെ ആണല്ലോ? ആ, ശരിയായോ? ഇപ്പൊ ശരിയായോ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഈ കൊച്ചി മെട്രോ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ കൊച്ചി മെട്രോയുടെ ഒരുമാതിരി കൊള്ളാവുന്ന ഒരു റൈഡർഷിപ്പ്, അല്ലെങ്കിൽ തന്നെ ആവറേജ് റൈഡർഷിപ്പ് അല്ല, ഒരുമാതിരി ഹൈ റേറ്റുള്ള റൈഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ 65,000 ആണ്. 65,000 ട്രിപ്സ് ആണ് ഈ കൊച്ചി മെട്രോയുടെ നമ്മൾ കാണുന്നത്. പ്രീ കോവിഡ് സിനാറിയോ ആണ്. ഇപ്പൊ കോവിഡ് വന്നപ്പോൾ അത്രയൊന്നും ഇല്ല, വളരെ 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 കുറവായിരിക്കാം. പക്ഷെ നമ്മൾ ഒരു നോർമൽ സിറ്റുവേഷനിൽ കൊച്ചി മെട്രോ 65,000 ട്രിപ്പുകളാണ് എടുക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഫെയർ ബോക്സ്, അതുപോലെ ഫെയർ അല്ലാതെയുള്ള നോൺ ഫെയർ ബോക്സ് റവന്യൂവും എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി ഏകദേശം 23.58 ലാക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ആ സ്റ്റഡിയിൽ റവന്യൂ പെർ പാസഞ്ചർ എന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് കിട്ടുന്നത് ഒരു 36 രൂപയാണ്. ഈ 65,000 ആളുകൾ എന്ന് പറഞ്ഞാൽ അതിന് 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു ഇതിലേക്ക് എത്തും. പക്ഷേ ഈ കൊച്ചി മെട്രോ നിലവിൽ വരുന്നതിന് മുമ്പ് ഉള്ള പല പല കടമ്പകൾ കടന്നിട്ടാണല്ലോ കൊച്ചി മെട്രോന്റെ സാങ്ഷനും കാര്യങ്ങളും ഒക്കെ വന്നത്. ഈ കൊച്ചി മെട്രോയുടെ പ്രൊജക്റ്റഡ് ഡെയിലി റൈഡർഷിപ്പ് 2020 ആകുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോ നിലവില് 4.68 ലാക്സ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ 2020 കിട്ടുന്ന റൈഡർഷിപ്പ് വെറും 65,000 ആണ്. അപ്പൊ ഇതുപോലെയുള്ള വലിയ ബിഗ് പ്രോജക്റ്റുകൾ വരുമ്പോൾ, വലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കൊച്ചി മെട്രോന്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5,000-6,000 കോടി രൂപ വരുന്ന പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് വരുമ്പോൾ ഈ പ്രോജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ഈ വലിയ ലാഭം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളെ, ഈ പണ്ട് കാലത്തൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ പറഞ്ഞു പറ്റിക്കും. ഇവിടെ വണ്ടി ബസ്സൊക്കെ എടുക്കാനൊക്കെ പറയും, നിറച്ച് ആളുകൾ കയറും, ഒരു ദിവസം 5,000 രൂപ കയ്യിൽ കിട്ടും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിക്കിട്ട് അവസാനം ഒരു ബസ് എടുത്ത് കഴിയാൻ നേരത്ത്, ഓടിച്ചു നോക്കാൻ നേരത്ത് ഒന്നും ഉണ്ടാവില്ല, അവസാനം കുത്തുവാള എടുക്കേണ്ട ഒരു അവസ്ഥ വരും. അതൊരു ഇൻഡിവിജ്വലിന്റെ കാര്യമാണ്. പക്ഷേ ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഒരു സാമ്പത്തിക നില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിതാപകരമാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ഇതുപോലുള്ള ബിഗ് പ്രോജക്ട്സ് വരുമ്പോൾ അതിന്റെ DPRൽ ഇങ്ങനെ തെറ്റ് കടന്നുകൂടിയാലുള്ള അവസ്ഥ നമ്മൾ എന്തായാലും ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട. നമ്മളെല്ലാവരും കൊടുക്കുന്ന ടാക്സ് അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഫണ്ടിൽ നിന്നാണ് ഇത് പോകുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വിവാദപരമായിട്ടുള്ള പാലാരിവട്ടം പാലത്തിനെ പറ്റി വളരെ വിവാദങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഞാൻ അതിന്റെ ആ ഒരു കാര്യത്തിലേക്കൊന്നും അല്ല കിടക്കുന്നത്. അതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത് ഏകദേശം 42 ഒക്കെ ആയിരുന്നു തോന്നുന്നു. എന്നാലും ഒരു 47.7 എന്നാണ് ലാസ്റ്റ് എനിക്ക് അറിയാവുന്ന ഒരു കണക്ക്. 47.7 ക്രോർ ആയിരുന്നു അതിന്റെ കോസ്റ്റ്. ഈ 47.7 കോസ്റ്റ് നടത്തിയിട്ട് അത് യൂസ്ഫുൾ ആകാതെ വന്നു. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കോടതികളും അതുപോലെ തന്നെ വിവിധ ഏജൻസികളൊക്കെ ഇടപെടുകയും ചില യൂട്യൂബിലൊക്കെ ചില ആളുകളൊക്കെ അണ്ടർവെയർ വരെ ഊരി കാണിക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവമാണ് ഈ പാലാരിവട്ടം പാലം എന്ന് പറഞ്ഞത്. ഈ പാലാരിവട്ടം പാലത്തിൽ മൊത്തം പൈസ അടിച്ചിട്ട് പോയിരുന്നെങ്കിൽ 47.7 കോടി രൂപയായിരിക്കും അടിച്ചിട്ട് പോകുന്നത്. പക്ഷേ ഈ ഓവർ എസ്റ്റിമേറ്റഡ് കൊച്ചി മെട്രോ റൈഡർഷിപ്പിൻ പ്രകാരം ഈ പറയുന്ന ലോസ്, ഒരു ദിവസത്തെ റൈഡർഷിപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4.03 ലാക്സ് ആണ്. 4.03 ലാക്സ് എന്ന് പറഞ്ഞാൽ 1.45 ക്രോർ റവന്യൂ ലോസ് ആണ് അതിൻ്റെ അകത്ത് ഒരു ദിവസം വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഇതുപോലത്തെ ഒരു പാലാരിവട്ടം പാലത്തിലേക്ക് ചെലവാക്കിയ മുഴുവൻ കാശുകളും ഈ 33 ദിവസത്തെ ഓട്ടത്തിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. 33 ദിവസം, ഏകദേശം ഒരു മാസം ഓരോ മാസവും നമുക്കിങ്ങനെ ഓരോ പാലാരിവട്ടം പാലത്തിന്റെ കോസ്റ്റ് ആണ് നഷ്ടപ്പെടുന്നത്. കാരണം ഇതിന്റെ DPRൽ ഈ വന്ന ഒരു തെറ്റുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന്, അല്ലെങ്കിൽ തെറ്റല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് എന്താണ് ന്യായമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും ഒരു ശരിയല്ലാത്ത DPR ഉണ്ടായി എന്ന് പറഞ്ഞു.
പക്ഷെ ഈ DPR വരുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്നത് പോലെ പ്രൊജക്ട് റൈഡർഷിപ്പ് വരുമ്പോൾ ചിലപ്പോൾ എക്സാക്റ്റ് ആ റൈഡർഷിപ്പ് ഉണ്ടാകണമെന്നില്ല. പക്ഷെ എന്നാലും ഒരു 50% റൈഡർഷിപ്പ് വരേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു ഫോർകാസ്റ്റ് ഇല്ലാത്ത ഒരു DPR അത് തെറ്റാണ്. ആ DPR തള്ളിക്കളയണം. അതുപോലെ തന്നെ ആ DPR ഉണ്ടാക്കിയ ആളുകൾ ആരാണെന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിക്കണം, അവരോട് വിശദീകരണം ചോദിക്കണം. അതുപോലെ തന്നെ അവർക്ക് പിന്നീട് ഒരു DPR ഉണ്ടാക്കാനുള്ള അവസരം കൊടുക്കരുത്. അങ്ങനെ അവസരം കൊടുത്താൽ വീണ്ടും അവർ ഇതുപോലത്തെ DPRകൾ കൊണ്ടുവരികയും നമ്മളുടെ നാട്ടിൽ ഫലപ്രദമായി ഉപയോഗിക്കേണ്ട റവന്യൂ ഇതുപോലെ മിസ്മാനേജ്മെന്റ് എന്നല്ല, ഒരു കള്ളത്തരത്തിലൂടെ പല ആളുകൾക്കും ഉള്ള എന്തെങ്കിലും നേട്ടത്തിനോ എന്തിനെങ്കിലും ഒക്കെ ആയിട്ട് ഈ പറയുന്നത് പോലെ തെറ്റായ DPRകൾ കൊണ്ടുവരുന്ന ആളുകളാണ്. അത് ആരാണെന്ന് കണ്ടുപിടിച്ച് അവർക്കെതിരായിട്ട് നടപടിയെടുക്കുകയും വീണ്ടും ഇതുപോലെ ഇവിടുത്തെ പ്രോജക്റ്റിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമുള്ള പ്രോജക്റ്റിലോ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ കാണിക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കാനുള്ള കാര്യം കൂടി ചെയ്യണം. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വളരെ ചെറിയ ഒരു കാര്യമല്ല. ഇപ്പൊ 2020 ഇപ്പൊ തീരാൻ പോകുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ കൂടി കഴിയുമ്പോൾ 2020 തീരാൻ പോകും. ഏകദേശം 10 പാലാരിവട്ടം പാലത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിലൂടെ നമുക്ക് നഷ്ടമായത്. അവര് പറഞ്ഞ അനുസരിച്ചുള്ള ഒരു റൈഡർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത്രയും കൂടി കിട്ടുമായിരുന്നു. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ വളരെ ഇനിയുള്ള നമ്മുടെ ഈ ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമുക്ക് ഇനി കലൂരിൽ നിന്ന് ഇവിടം വരെ നമ്മുടെ കാക്കനാട് വരെയുള്ള ആ പറയുന്ന മെട്രോയുടെ കാര്യത്തിലാണെങ്കിലും അതിന്റെ സ്റ്റഡി റിപ്പോർട്ടും റൈഡർഷിപ്പും പ്രൊജക്ട് റൈഡർഷിപ്പ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നോക്കണമെന്നാണ് എനിക്കൊരു അഭിപ്രായമുള്ളത്. അതുപോലെ തന്നെ ഇതിന് ഒരു ഓൾട്ടർനേറ്റ് അനാലിസിസ് ഒക്കെ പറയുന്നുണ്ട്. പലപ്പോഴും ഇവിടെ ഈ ഓൾട്ടർനേറ്റ് അനാലിസിസ് ഒക്കെ എന്ന് പറയുന്ന അത് നടത്തുന്നത് ആദ്യം അനലൈസ് ചെയ്ത അതേ കമ്പനികളൊക്കെ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും അവര് നേരത്തെ മുൻപ് പറഞ്ഞ കാര്യം തെറ്റാണെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ പറയുന്ന നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചില റിപ്പോർട്ടുകൾ തരുന്ന ഏജൻസിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട്. അത് ഞാനിപ്പോ നമ്മുടെ കൊച്ചി മെട്രോയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോ ഇതിലൂടെ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചി മെട്രോയുടെ ഇപ്പോഴത്തെ 65,000 ട്രിപ്സ് ആണ്. 65,000 ആളുകൾ കയറുന്നൊന്നുമില്ല. ഏകദേശം 30,000-40,000 ആളുകളൊക്കെ കയറും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് 65,000 വരുന്നത്. എന്നാലും 65,000 ആൾക്കാർ കയറുന്നു എന്ന് വിചാരിച്ചാൽ പോലും ഈ കൊച്ചി മെട്രോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്കറിയാം വളരെ നല്ല സിസ്റ്റമാണ്. കൊച്ചിയുടെ ആംബിയൻസ് ഒക്കെ വളരെ കൂട്ടുന്നതാണ്. പക്ഷെ ഇതിലൊരു 168 ബസ് കൊണ്ട് നമുക്ക് ശരിയാക്കാവുന്ന കാര്യമുള്ളൂ. ബസ് ഈക്വാലൻസി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഓരോ സിസ്റ്റത്തിന്റെ ഒരു ബസ് ഈക്വാലൻസി, എത്ര ബസ് ഇട്ട ഈ സിസ്റ്റം 168 ബസ് സെർവ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. ഈ 168 ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു 10-60 കോടി രൂപ, ഇപ്പോഴത്തെ ബസ് ആണെങ്കിൽ ഒരു 60 കോടിയോ 70 കോടിയോ രൂപയ്ക്കുള്ളിൽ നിൽക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതിന്റെ ആ സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇതിന്റെ അകത്തുകൂടി നമ്മൾ പറയേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും എല്ലാവരും പലപ്പോഴും ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വിവാദത്തിനൊന്നും അല്ല. ഓക്കെ, നമ്മൾ വീണ്ടും കൊച്ചിയിലുള്ള ബസ്സിന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. കൊച്ചിയിലെ ബസ് സിസ്റ്റത്തില് പലപ്പോഴും കൊച്ചിയിൽ മാത്രമല്ല, കേരളത്തിലാണെങ്കിലും കേരളത്തിൽ മുഴുവനായിട്ട് എടുത്താലും നമ്മൾ ഈ ബസ് സിസ്റ്റത്തില് വളരെ പഠനങ്ങളൊന്നും നടത്താറില്ല. പഠനങ്ങൾ നടത്താതെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത്, ഉള്ള പ്രശ്നങ്ങൾ കൂടുതലാകുന്നത്. ഇതിന്റെ അകത്ത് ഞാൻ കാണിക്കുന്നത് പ്രൈവറ്റ് ബസ് ഉൾപ്പെടെയുള്ള KSRTC ഉൾപ്പെടെയുള്ള കൊച്ചിയിലെ ആ സ്റ്റഡി ടൈമിലുള്ള ബസ്സിന്റെ കണക്കുകളും കാര്യങ്ങളുമാണ്. അതിന്റെ ഓപ്പറേറ്റിംഗ് ചെയ്യുന്ന മാപ്പും കാണിച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊഫ്യൂസിൽ സർവീസ്, സിറ്റി സർവീസും ഉണ്ട് നമുക്ക് കൊച്ചിയിൽ. സിറ്റി സർവീസും ഉണ്ട്, മൊഫ്യൂസിൽ സർവീസും ഉണ്ട്. ഈ മൊഫ്യൂസിൽ സർവീസ് പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന റൂട്ടിൽ കൂടെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട്, എന്ന് വെച്ചാൽ നോൺ നാഷണലൈസ്ഡ് ആയിട്ടുള്ള റൂട്ടുകളിൽ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് KSRTC ഓടിക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ട് KSRTCയുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസിയും അതിന്റെ ലാഭനഷ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട്.
ഈ പ്രൈവറ്റ് ബസ് ആവശ്യത്തിന് ഉള്ള റൂട്ടിൽ കൂടി തന്നെ KSRTC ബസ്സുകളും കൂടി ഓടിക്കുന്നതായിട്ട് നമുക്ക് ആ മാപ്പിൽ നിന്ന് കാണാൻ പറ്റും. പ്രത്യേകിച്ച് മഫ്യൂസൽ റൂട്ടുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ വൈപ്പിൻ അതുപോലെയുള്ള പല റൂട്ടുകളിലും ആവശ്യത്തിന് സർവീസ് ഉള്ള റൂട്ടുകളിൽ ആവശ്യത്തിന് സർവീസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ നമുക്ക് കാണാൻ പറ്റും. ആ സർവീസുകൾ ഉള്ള റൂട്ടിൽ തന്നെ KSRTC സർവീസ്. എന്നാൽ ഇവിടെ സർവീസ് ഇല്ലാത്ത പല ഭാഗങ്ങളും ഉണ്ട്. പക്ഷെ അവിടെ അല്ല ഓടിക്കുന്നത്. അവര് ചിലപ്പോൾ ലാഭം കൂടുതൽ കിട്ടും എന്നുള്ള ധാരണയിലായിരിക്കും ഓടിക്കുന്നത്. തെറ്റാണെന്ന് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകും. ട്രാൻസ്പോർട്ട് പ്ലാനേഴ്സിന്റെ പഠനങ്ങളിലൊക്കെ അത് മനസ്സിലാകും. കൂടുതൽ ആളുകളുള്ള സ്ഥലത്ത് കൂടി കൂടുതൽ ബസ് ഓടിച്ചിട്ട് കാര്യമില്ല. ആവശ്യത്തിനനുസരിച്ചുള്ള ബസ് ഓടിക്കുക എന്നുള്ളതാണ് ഒരു നല്ല രീതിയിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഇത്. ഇവിടെ നമുക്ക് ആ ഒരു സ്ക്രീനിൽ തന്നെ കാണാവുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഏകദേശം ഒരു ബസ്സിന് ഒരു ദിവസം 1000 ആള്, ഇപ്പോഴല്ല കേട്ടോ, അത് നല്ല ഒരു സർവീസ് ഉള്ള സമയത്ത് 1000 ആളുകളാണ് അതിൻ്റെ അകത്ത് കയറുന്നത്. അതേസമയത്ത് KSRTCയുടെ ടിക്കറ്റിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 400-600 ആളുകളാണ് കയറുന്നത് എന്നാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് KSRTCയുടെ ഈ ഓവർലാപ്പിംഗ് കൂടി ഈ അവരുടെ നഷ്ടത്തിന് ഇടയാക്കുന്നുണ്ടോ എന്ന് അവര് തന്നെ പഠിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. KSRTC അതേ റൂട്ടിൽ ഓടും, അല്ലെങ്കിൽ KSRTC പ്രൈവറ്റുകാർക്ക് കൂടി ഓടാൻ അനുവദിച്ചിട്ടുള്ള റൂട്ടുകളിൽ ഓടിക്കുമ്പോൾ പ്രൈവറ്റുകാരുടെ വരുമാനം കുറച്ച് കുറയുകയും ചെയ്യും. KSRTCക്ക് എന്ന വരുമാനം കൂടുതലാകുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് KSRTC കൂടുതൽ അവരില്ലാത്ത റൂട്ടിൽ ഓടിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റഡി നടത്തിയിട്ട് അതിനനുസരിച്ച് മാറുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോ ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും മാപ്പ് ചെയ്തിട്ടുണ്ട്. ബസ് റൂട്ടിന്റെ കാര്യങ്ങൾ, സിറ്റി സർവീസ് എവിടെയൊക്കെ ഉണ്ട്, എവിടെയൊക്കെ സിറ്റി സർവീസ് ഇല്ല, എവിടെയൊക്കെ മഫ്യൂസൽ സർവീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഇതിൽ കാണിക്കുന്നു. ഇതും ആ സ്റ്റഡി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൊച്ചി ബസ് സിസ്റ്റത്തിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ് ആണ്. അത് കണ്ടാൽ അറിയാം, നമ്മളത് സൂക്ഷിച്ച് വളരെ വ്യക്തമായിട്ട് നോക്കുമ്പോൾ അറിയാം. സിറ്റിയുടെ അകത്ത് നമുക്ക് സപ്ലൈ കൂടുതലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റിക്ക് അകത്ത് ബസ്സുകൾ എണ്ണം കൂടുതലുണ്ട്. അതേ സമയത്ത് സിറ്റിയുടെ ചില ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ബസ് വളരെയധികം കുറവായിട്ട് നമുക്ക് കാണാം. അത് ഈ കളത്തിൽ ഇട്ടിരിക്കുന്നത് എത്ര എണ്ണം എന്നുള്ളത്, എത്ര പാസഞ്ചേഴ്സിനെ കിട്ടും എന്നുള്ള ഒരു ഇതാണ് ചില കളങ്ങളിൽ ഇരിക്കുന്നത്. സെയിം ആയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റഡി റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു ശാസ്ത്രീയമായ ഒരു സ്റ്റഡി ഒന്നും നടത്താതെ തോന്നുന്ന രീതിയിലുള്ള ഒരു സർവീസാണ് നടത്തുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ തോന്നുന്ന പോലത്തെ സർവീസ് നടത്താനായിട്ട് പെർമിറ്റ് കൊടുക്കുന്നത് ശരിയാണോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ വരാൻ പോണത്. 1988 മോട്ടോർ വാഹന നിയമം വന്നതിന് ശേഷം ഈ നോൺ നാഷണലൈസ് റൂട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേശസാൽക്കരിക്കപ്പെട്ട റൂട്ടുകളിൽ അല്ലാത്ത ഭാഗങ്ങളിലെല്ലാം ആപ്ലിക്കന്റ് അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ബസ്സുകാർ ചോദിക്കുന്ന റൂട്ടിൽ പെർമിറ്റ് കൊടുക്കണമെന്നാണ് നിയമം. അവിടെ പെർമിറ്റ് ഇല്ല, ഇവിടെ പെർമിറ്റ് ഇല്ല, അതുപോലെ ചില റൂട്ടുകളിൽ ബസ്സില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കംപ്ലൈന്റുകൾ ഉത്തരവാദപ്പെട്ട ആളുകൾ, വളരെ സമൂഹത്തിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ പല റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലും ഒക്കെ എഴുത്തുകളും കുത്തുകളൊക്കെ വെക്കും. പക്ഷെ 1988 മോട്ടോർ വാഹന നിയമത്തില് ഈ പറയുന്ന പെർമിറ്റ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് സമൂലമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ മാറ്റം കൊണ്ട് ഒരു ഡിമാൻഡ് ബേസ്ഡ് ഒരു പെർമിറ്റ് ഇഷ്യൂ അല്ല നടക്കുന്നത്. അപ്പൊ അത് കൊണ്ടുള്ള ഒരു വളരെ വലിയ മാറ്റം അല്ലെങ്കിൽ ഒരു ഡിറ്റീരിയറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റേണ്ട ഒരവസ്ഥയുണ്ട്. ഇപ്പൊ 2019 ഈ മോട്ടോർ വാഹന നിയമത്തിൽ അമെൻഡ് ചെയ്തപ്പോൾ ഇതിന് മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ചില സൂചനകളൊക്കെ എല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടും നമുക്ക് നടപ്പിൽ വരുത്താനാകണമെങ്കിൽ ഇനിയും മാറ്റങ്ങൾ മോട്ടോർ വാഹന നിയമത്തിൽ തന്നെ വരണം. ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് സ്റ്റഡി ആയിട്ട് ഞാൻ എടുത്തതാണ്. ഇത് വേറൊന്നുമല്ല, നമ്മൾ ഈ വൈപ്പിനിൽ നിന്ന് 2 പാലം വന്നപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കുമെന്ന് എനിക്കറിയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് വാച്ചിലെ ആളുകൾ പലരും ഈ വൈപ്പിനിൽ നിന്ന് എന്തുകൊണ്ട് സിറ്റിയിലേക്ക് ബസ് വരുന്നില്ല എന്ന് പലപ്പോഴും ചോദിക്കുകയും അതുപോലെ തന്നെ സമരങ്ങളൊക്കെ നടത്തുകയും പിന്നെ കുറെ ആളുകൾ കോടതി പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഞാൻ ഒരു ചെറിയ ഉദാഹരണം ഇതിൽ കാണിച്ചിരിക്കുന്നത്, 2 റൂട്ടുകൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് ആലുവയിൽ നിന്ന് ചെല്ലാനം വരെ പോകുന്ന ഒരു റൂട്ട്. നമ്മൾ ആലുവയിൽ നിന്ന് പോയിട്ട് അത് വന്ന് എടപ്പള്ളി മേനക വഴി ചെല്ലാനം എന്ന് കണക്ക് കൂട്ടുക. ഈ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറും 18 മിനിറ്റും എടുത്തു പോകുന്ന ഒരു ബസ്സാണ്. ഈ ബസ്സിന്റെ ടൈം എടുക്കുകയാണെങ്കിൽ അത്ര മതി. അപ്പൊ ഇതിന് ഈ റൂട്ട് പോകുന്നത് ആലുവ മുനിസിപ്പാലിറ്റി കവർ ചെയ്യുന്നുണ്ട്, ചൂർണിക്കര പഞ്ചായത്ത്, അതുപോലെ തന്നെ കളമശ്ശേരി മുനിസിപ്പാലിറ്റി, കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയ, ചെല്ലാനം പഞ്ചായത്തിന്റെ ഏകദേശം മുഴുവൻ ഏരിയ. അപ്പൊ ഇത്രയും നീളത്തില് ഒരു ബസ്സിന്, അതൊരു സിറ്റി ബസ്സും കൂടിയാണ്. ആലുവ ചെല്ലാനം എന്ന് പറഞ്ഞാൽ ഒരു സിറ്റി ബസ്സാണ്. അപ്പൊ ഇത്രയും ദൂരത്തിലേക്ക് ഒരു സിറ്റി ബസ് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ഈ ഹൈക്കോടതിക്ക് തൊട്ടടുത്തുള്ള മുളവുകാട് മുതൽ ഹൈക്കോടതി വരെ ഓടുന്ന ചില ബസ്സുകളുണ്ട്. ആ ബസ് വളരെ ചെറിയ ഒരു ഷോർട്ട് റൂട്ടാണ്. മുളവുകാട് പഞ്ചായത്തിന്റെ വടക്ക് അറ്റത്ത് നിന്ന് തുടങ്ങി ഹൈക്കോടതി വരെ അത് വരുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന വൈപ്പിൻ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ, അല്ലെങ്കിൽ പറവൂര് മുനമ്പം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം നമുക്ക് ഹൈക്കോടതിയുടെ അവിടെ വന്ന് നിൽക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട്? അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട്. കാരണം ജനങ്ങൾക്ക് അവിടെ ഇറങ്ങി മറ്റൊരു ബസ്സിൽ കയറിയായിട്ട് വേണം സിറ്റിയിൽ പോകാനോ അല്ലെ സിറ്റി കവർ ചെയ്ത് മറ്റു സ്ഥലത്തേക്ക് പോകാനാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ഡിഫൈനിങ് ഓഫ് സിറ്റി ഏരിയ. ഈ സിറ്റി ഏരിയ പല പ്രാവശ്യം മാറ്റങ്ങൾ വരുത്തി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേരള സ്റ്റേറ്റ് റൂൾസിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഒരു തെറ്റായ ഡെഫിനിഷൻ അതിൻ്റെ അകത്ത് സിറ്റി ഏരിയയിൽ വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നേരത്തെ ഇത് നമ്മുടെ മെയിൻ ലാൻഡിൽ നിന്ന് വിട്ടു നിന്നിരുന്നത് കൊണ്ട്, ഈ മെയിൻ ലാൻഡിൽ അതിന് ഉൾപ്പെടുത്താതെ വന്നതുകൊണ്ട് ഈ ഭാഗം സിറ്റിയിലേക്ക് വന്നിരുന്നില്ല നേരത്തെ. അതുകൊണ്ട് ഇവിടെ കൂടി ഓടുന്ന ബസ്സുകളെല്ലാം മഫ്യൂസിൽ ബസ്സുകളാണ്. അതുപോലെ ഇത് ഇങ്ങനെ കണക്ടിവിറ്റി കിട്ടാതിരിക്കാനുള്ള മറ്റൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പർ ലിമിറ്റ് ഓഫ് സിറ്റി പെർമിറ്റ്, സിറ്റിയിൽ ഓടിക്കുന്ന വണ്ടി അല്ലെ സിറ്റി സർവീസ് വണ്ടികളുടെ നമ്പർ ഓഫ് പെർമിറ്റ് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് കേരള സർക്കാർ. അത് മോട്ടോർ വാഹന നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് 5 ലക്ഷത്തിലധികം പോപ്പുലേഷൻ ഉള്ള സിറ്റികളിലെല്ലാം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ നിലവിലെ നാഷണലൈസേഷൻ സ്കീമുകളുണ്ട്. ഈ നാഷണലൈസേഷൻ സ്കീമുകൾക്ക് വിരുദ്ധമായിട്ട് പെർമിറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ പറയുന്ന വാഹനം സിറ്റിക്കകത്തുകൂടി കടന്നു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വൈപ്പിൻ ഏരിയയിൽ നിന്നും അതുപോലെ പറവൂർ ഈ മുളവുകാട് ഏരിയയിൽ നിന്നുള്ള വാഹനം സിറ്റി ഏരിയയിലേക്ക് കൂടി കടന്നു പോയി കഴിഞ്ഞാൽ അത് നാഷണലൈസേഷൻ സ്കീമിന് വിരുദ്ധമാകും. അപ്പൊ ഇങ്ങനെയുള്ള 3 റെസ്ട്രിക്ഷൻസ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ വൈപ്പിൻ ഐലൻഡ് ഭാഗത്ത് നിന്ന് മെയിൻ ലാൻഡിലേക്ക് നമുക്ക് വണ്ടി കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ബസ് വരാനായിട്ട് പറ്റാത്തത്. പലപ്പോഴും അത് മനസ്സിലാക്കാതെ, അപ്പൊ ഈ പറയുന്ന 3 കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് കൊണ്ടുവരാൻ പറ്റും. കാരണം ഒന്ന്, സിറ്റി ഏരിയയിലുള്ള ഡെഫിനിഷൻ മാറ്റണം. അത് ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്, ഗവൺമെന്റ് ഓഫ് കേരള ചെയ്യണം. അതുപോലെ തന്നെ അപ്പർ ലിമിറ്റ് ഓഫ് സിറ്റി പെർമിറ്റ്, അത് ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്ന ഒരു ജിഒ ആണ്, നോട്ടിഫിക്കേഷൻ ആണ്, ഗവൺമെന്റിന് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ നാഷണലൈസേഷൻ സ്കീമുണ്ട്. നാഷണലൈസേഷൻ സ്കീം എന്ന് പറഞ്ഞാലും ഗവൺമെന്റിന് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാവുന്നതാണ്. പിന്നെ ബാക്കി ആളുകളുടെ അടുക്കൽ പോയിട്ടൊന്നും യാതൊരു കാര്യമില്ല. കാര്യം RTIയിലോ അല്ലെങ്കിൽ കോടതിയിലോ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം കോടതിക്കാണെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിപ്പിക്കുക അല്ലെ അനുസരിക്കുക എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. RTIനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ചട്ടക്കൂടുകൾക്ക് അനുസരിച്ച് മാത്രമാണ് നമുക്ക് പെർമിറ്റ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് നമ്മള് വൈപ്പിനുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. വളരെ സമയം കുറവായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി ഇതിന്റെ ഇംപ്ലിക്കേഷൻ ആൻഡ് സ്ട്രാറ്റജിയിൽ നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ വൈപ്പിൻ പറവൂർ ഏരിയയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CMBയിൽ കുറെ സോൺസ് ആയിട്ട് തിരിച്ചിരിക്കുന്നതിൽ 12 CMB സോൺ ഉണ്ട്. അതിലെ ഈ നമ്മുടെ കൊച്ചിയിലെ മൊത്തം നമ്മൾ നേരത്തെ പറഞ്ഞ 20.1 മില്യൺ പോപ്പുലേഷനിൽ 15% ഓഫ് ദാറ്റ് പോപ്പുലേഷൻ ഈ പറയുന്ന വൈപ്പിൻ ഐലൻഡിന്റെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോ അവിടെ നിന്നുള്ള കണക്ടിവിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നിന്നുള്ള കണക്ടിവിറ്റി അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആളുകൾക്ക് ഈ പറയുന്ന സിറ്റി കവർ ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ബസ് സിസ്റ്റം വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എന്താ ചെയ്യണത്,
അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകാനായിട്ട് അവർ ഒന്നുകിൽ മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ കാറോ കൊണ്ടുവരും. അങ്ങനെ മോട്ടോർ സൈക്കിളും കാറുകളും വരുമ്പോൾ നമ്മളുടെ ആ റൂട്ട് മുഴുവൻ ഭയങ്കര കൺജസ്റ്റഡ് ആകും. അത് മാത്രമല്ല അവിടെ ആക്സിഡൻസും അതുപോലെയുള്ള അതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഇതിന്റെ ഇംപ്ലിക്കേഷനിൽ നമ്മൾ വൈപ്പിൻ ഇംപ്ലിക്കേഷൻ ആണ് ഇതിൽ പറയുന്നത്. ക്രിയേറ്റ് സിനാറിയോ വെയർ ബസ് യൂസേഴ്സ് ഹാവ് ടു ബോർഡ് അഗെയിൻ ഫോർ കണ്ടിന്യൂസ് ജേർണി ഹാവിംഗ് ഫെയർ ആൻഡ് ഫിസിക്കൽ ഇന്റഗ്രേഷൻ ഇംപ്ലിക്കേഷൻ. അവരുടെ ഫെയർ കൂടുതൽ അവർക്ക് കൊടുക്കേണ്ടി വരുന്നു. ഒരേ ദൂരം യാത്ര ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് വരുമ്പോൾ അതിന്റെ ഇപ്പോഴത്തെ ഫെയർ സ്ട്രക്ചർ അനുസരിച്ച് കൂടുതൽ പൈസ അവർക്ക് ചെലവാകുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സമയനഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഫിസിക്കൽ ഇന്റഗ്രേഷൻ, വണ്ടി വന്നാലേ നമുക്കത് അടുത്ത വണ്ടിയിൽ കയറി പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പല പല കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ നമ്മുടെ കൊച്ചിയിലുണ്ട്. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് പ്രൈവറ്റ് മോട്ടോറൈസേഷനും ഉണ്ട്. ഇതെങ്ങനെ നമുക്ക് ചെയ്യാവുന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. സിറ്റി പെർമിറ്റിന്റെ ലിമിറ്റേഷൻ മോഡിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഡെഫിനിഷൻ, സിറ്റി ഏരിയയുടെ ഡെഫിനിഷനിൽ വളരെ കാതലായ വ്യത്യാസം കൊണ്ടുവരണം. അതുപോലെ തന്നെ നാഷണലൈസേഷൻ സ്കീമുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓവർലാപ്പ് ചെയ്യാവുന്ന നാഷണലൈസേഷൻ സ്കീമുകളിൽ നമുക്ക് വ്യത്യാസങ്ങൾ കൊണ്ടുവരണം. പിന്നെ നമ്മളിവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കൊച്ചിയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകളാണ് കൊച്ചിയിലുള്ളത്. അത് നമ്മൾ പ്രൈവറ്റ് ബസ്സുകളാണെങ്കിലും അത് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. ഈയിടയ്ക്ക് പലപ്പോഴും ചിലരൊക്കെ പല പല കാര്യങ്ങളിലും ഇതിലൊക്കെ നമ്മുടെ പത്രങ്ങളിലൊക്കെ പലരും പറഞ്ഞിരുന്നു പ്രൈവറ്റ് ബസ് ഈസ് ഓൾസോ വിത്തിൻ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ അതൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ്. ആ പബ്ലിക് ട്രാൻസ്പോർട്ടിന് കാര്യങ്ങളാണ് ഈ പ്രൈവറ്റ് ബസ് സെർവ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വളരെയധികം ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകളാണ് കൊച്ചിയിൽ പബ്ലിക് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ കേരളത്തിലെ ഒരു സിനാറിയോ ഈ സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമുക്ക് ഒരു 36,000 മുതൽ 40,000 വരെ ബസ് പെർമിറ്റുകൾ ഉണ്ടായിരുന്നതാണ്. അതിപ്പോ ഏകദേശം 12,000 ആയിട്ട് കുറഞ്ഞു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 24,000 കുറവാണ്. നമ്മൾ 24,000-ലധികം ബസ്സുകളാണ് കുറവ്. ഈ ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അവര് ഒരു പ്രൈവറ്റ് ബസ്സിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റിന് 1,00,000 രൂപ ടാക്സ് എമൗണ്ട് ആയിട്ട്. അത് ഞാൻ പറഞ്ഞത് ഏറ്റവും കുറവാണ്. അത് സീറ്റിന്റെ എണ്ണം അനുസരിച്ചാണ്. ഏറ്റവും സീറ്റ് കുറഞ്ഞ വണ്ടികൾക്ക് ഏകദേശം 25,000 രൂപ ഉണ്ട്. ചില വണ്ടികൾക്ക് 30,000 രൂപയൊക്കെ അടക്കേണ്ടി വരും. എന്നാലും നമ്മൾ ഒരു കണക്കെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 1 lakh എന്ന് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ തന്നെ 240 കോടി രൂപ ഈ പറയുന്ന ഡിക്ലൈൻ ഉള്ളതുകൊണ്ട് 24,000 ബസിന്റെ ഡിക്ലൈൻ വന്നപ്പോ ഒരു കേരള ഗവൺമെന്റിന് 240 കോടി രൂപ ടാക്സ് ഇനത്തിൽ തന്നെ വരുമാന നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ്. ഇത് ഒന്നും കേരള ഗവൺമെന്റ് കണ്ടില്ലേ അല്ലെങ്കിൽ കാണുന്നില്ലേ എന്നാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ 24,000 ബസ്സുകൾ വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ബസ്സുകളൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ടൊക്കെ ബസ്സുകളൊക്കെ വന്നിരുന്നെങ്കിൽ നമ്മളൊരു 10% വെച്ച് കണക്ക് കൂട്ടിയാൽ തന്നെ ഒരു GST ഇനത്തിൽ, അതിന്റെ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള GST ഇനത്തിൽ നമുക്കൊരു 151 കോടി രൂപ കേരള സ്റ്റേറ്റിന് കിട്ടും ഒരു വർഷമാണ്. അപ്പോ അങ്ങനെ ഒരു നഷ്ടം കൂടി ഈ പല പല പോളിസികൾ വരുന്നതാണ്. പല ഗവൺമെന്റിന്റെ പല നാഷണലൈസേഷൻ പോളിസികൾ കൊണ്ടാണ് ഈ പറയുന്ന ബസ്സുകൾ ഇങ്ങനെ പെർമിറ്റ് ഒക്കെ ഉപേക്ഷിച്ച് പോകാനുള്ള കാരണം. അതുകൂടാതെ ഈ രണ്ട് പറയുന്ന വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇത് കൂടാതെ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഡീസൽ, ഓരോ ദിവസം ഉപയോഗിക്കുന്ന ഡീസലിന്റെ GST, അതുപോലെ തന്നെ ഇവരുടെ രജിസ്ട്രേഷന്റെ ഫീസ്, ലൈസൻസ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിന്റെ ഫീസ്, പെർമിറ്റിന്റെ ഫീസ്, ഇതെല്ലാം കണക്കൂട്ടിയ വലിയൊരു എമൗണ്ട് ആണ് നമ്മുടെ കേരള സർക്കാരിന് ഈ പറയുന്ന ഡിക്ലൈനിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ബെസ്റ്റ് സ്റ്റാഫ് റേഷ്യോ എന്ന് പറഞ്ഞാൽ, ബെസ്റ്റ് സ്റ്റാഫ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിന്റെ ബെസ്റ്റ് സ്റ്റാഫ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏകദേശം 4.5 ആണ്. അപ്പൊ അത്ര ആളുകളുടെ ജോലി സാധ്യത. അപ്പൊ അതുകൊണ്ട് ഏകദേശം 1,80,000 ജോബ് ലോസ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ഈ 24,000 ബസ്സുകളുടെ കുറവ് വന്നപ്പോൾ ഏകദേശം 1,00,000 ജോബ് ലോസ് നമുക്ക് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുകൊണ്ട് വന്നിരിക്കുന്ന പ്രൈവറ്റ് വാഹനങ്ങൾ വരികയും അതിലൂടെ ആക്സിഡന്റ് വന്ന് മരിച്ചു പോവുക അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാകുക, ഇങ്ങനെയുള്ള കോസ്റ്റുകളൊന്നും നമുക്ക് ഒരു എക്കണോമിസ്റ്റ് വിചാരിച്ചാൽ പോലും അതിൻ്റെയൊക്കെ ഒന്നും വ്യാപ്തി നമുക്ക് അറിയാൻ പറ്റില്ല. അത്രത്തോളം ലോസ് ആണ് ഈ പറയുന്ന ഈ പ്രൈവറ്റ് ബസ്സിന്റെ ഒരു നമ്പർ ഡിക്ലൈനിങ്ങിൽ കൂടി നമ്മുടെ കേരള സർക്കാരിന് ഉണ്ടായിരിക്കുന്നുണ്ട്. അതുപോലെ
ആസ് പെർ കൊച്ചി മെട്രോ റൈഡർഷിപ്പ് ഇംപ്രൂവ്മെന്റ് സ്റ്റഡി, നമ്മൾ കൊച്ചിയിലേക്ക് വീണ്ടും വരുമ്പോൾ കൊച്ചി മെട്രോയുടെ റൈഡർഷിപ്പിനെ പറ്റി CPPRന്റെ ഒരു സ്റ്റഡി ഉണ്ട്. ആ സ്റ്റഡിയുടെ അകത്ത് പറഞ്ഞിരിക്കുന്ന വേറൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെട്രോ പാസഞ്ചേഴ്സിൽ 52% അതിന്റെ പാരലായിട്ട് പോകുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നാണെന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ മെട്രോയൊക്കെ കൊണ്ടുവരുന്നത് കാറുകളെയും മോട്ടോർ സൈക്കിളുകളെയൊക്കെ ഇവിടെ നിന്ന് നിരത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ സാധാരണ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ സ്റ്റഡി റിപ്പോർട്ട് കാണിക്കുന്നത് 52% മെട്രോ പാസഞ്ചേഴ്സും ഈ പറയുന്ന ബസ്സുകളിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ മെട്രോയുടെ എന്താ പറയുക, മെട്രോയുടെ ഒരു സർവീസ് പബ്ലിക് ട്രാൻസ്പോർട്ടിന് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഈ ഒരു വെബിനാറിൽ പറയാനുള്ളത് എന്താ പറഞ്ഞാൽ, ദ ഫോക്കസ് ഷുഡ് ഹാവ് ബീൻ ആൻഡ് ഷുഡ് ബി ടു ഇംപ്രൂവ് ദ എക്സിസ്റ്റിംഗ് ബസ് സിസ്റ്റം. നിലവിലുള്ള ബസ് സിസ്റ്റത്തിനെ നമ്മൾ എങ്ങനെയെങ്കിലും, ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം, എന്നാലും ഇപ്പോ ഈ കണക്കുകളിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് ബസ് സിസ്റ്റം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട GDP ഇൻക്രീസിനും മറ്റും ഉൾപ്പെടെയുള്ള ഒരു കാര്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നമ്മൾ ഇത്രയും ഒക്കെ തന്നെ ഇതിൻ്റെ അകത്ത് കൊച്ചിയെ പറ്റി പറയാനുള്ളൂ. ഇവിടുത്തെ ഈ വളരെ ഒരു എന്താ പറയുക, നമുക്ക് ആശ്വാസകരമായ കുറെ അധികം കാര്യങ്ങളും ഈ കൊച്ചിയുടെ ബസ്സുമായിട്ട് ബന്ധപ്പെട്ട്. സാറ് ടൈമിന്റെ കാര്യം ഒന്നെങ്കിൽ ഒന്ന് ഓർപ്പിച്ചോളണം, എനിക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് കുറക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സാറ് സംസാരിക്കാൻ സമയം ബാക്കിയുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ നമ്മൾ കൊച്ചിയിലെ ചില ഒരു ഹൈലൈറ്റ്സ് ഒക്കെ നമ്മൾ ഈ വെബിനാറിലൂടെ മനസ്സിലാക്കണം, നമുക്ക് നല്ലതായിരിക്കും. ഇവിടെയുള്ള പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ഈ പറയുന്ന അവർക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടാനായിട്ട് അവർ കമ്പനി ഫോം ചെയ്തു. അത് ഒരു കമ്പനി, ഒരു സൊസൈറ്റി, 5 LLP ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ അഗ്രിഗേഷൻ ആയിട്ട് നടത്തിയത് കൊണ്ട് അവർക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോമ്പറ്റീഷൻ കുറക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ആക്സിഡന്റ്, പോലീസ് കേസൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവര് വാഹനത്തിലെ GPS-ഉം അതുപോലെ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസസ് ഒക്കെ വെച്ച് ഓടിക്കാൻ തുടങ്ങി. അതൊക്കെ ഗവൺമെന്റ് സഹായിക്കേണ്ടതാണെങ്കിലും അവരുടെ ഗവൺമെന്റ് സഹായം ഇല്ലാതെ തന്നെയാണ് ഈ പറയുന്ന രീതിയിലുള്ള പുതിയ ടെക്നോളജികളെല്ലാം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അവർ ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് മെഷീൻ വെച്ച് NCMC കാർഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്നത്തെ ഒരു സമകാലികത്തിലോ എന്തോ അതിനെപ്പറ്റിയൊക്കെ ഉള്ള ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം എല്ലാം വെച്ചിട്ടുണ്ട്, വണ്ടികളിൽ വെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്മാർട്ട് ബസ് സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഉള്ള ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകൾ മാറി. അതിനവർക്ക് കഴിഞ്ഞ വർഷത്തെ 2019 ബെസ്റ്റ് സിറ്റി ബസ് ഇനിഷ്യേറ്റീവിനുള്ള അവാർഡ്, UMI അവാർഡ്, അർബൻ മൊബിലിറ്റി ഇന്ത്യ കോൺഫറൻസ്, ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ്, അവിടത്തുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കഴിഞ്ഞ വർഷത്തെ അവാർഡ് നമ്മുടെ കൊച്ചിയിലുള്ള പ്രൈവറ്റ് ബസ്സുകാർക്കാണ് കിട്ടിയത്. ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചിയിൽ ഇങ്ങനെ സ്മാർട്ട് ബസ് കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം, അതുപോലെ ക്യാമറാസ് ഒക്കെ എല്ലാം വണ്ടിയിൽ വെച്ച് സേഫ്റ്റി കാര്യങ്ങളൊക്കെ എല്ലാം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം. പഴയ ടിക്കറ്റിൽ നിന്ന് മാറ്റിയിട്ട് പുതിയ രീതിയിലുള്ള, ഇപ്പോൾ നമുക്ക് കോവിഡ് ഒക്കെ ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കോണ്ടാക്ട് കുറക്കാനുള്ള ക്യാഷ്ലെസ് ആയിട്ടുള്ള സിസ്റ്റം ഒക്കെ എല്ലാം ബസ്സിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആക്സിസ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ആ ഒരു ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ്റെ ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ കൊച്ചിയിലുള്ള പുതിയ കാര്യങ്ങളാണ്. അതുപോലെ ബസ് ഓപ്പറേറ്റേഴ്സിന് ഇവിടെ ഇല്ലെങ്കിൽ പോലും, അവരിവിടെ അമേരിക്കയിൽ പോയാൽ പോലും നമുക്ക് ആ ഓപ്പറേറ്റേഴ്സിന് അവരുടെ ബസ് എങ്ങനെ ഓടുന്നു എന്നും ഓരോ സമയത്ത് എത്ര രൂപ കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന ഡാഷ്ബോർഡ് മുതലായ കാര്യങ്ങളൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഇതായിട്ടുള്ള ഒരു കാര്യം, ഇവിടുത്തെ ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ ഒരു അഗ്രിഗേഷൻ ഉണ്ടായി. അല്ലെ ഓട്ടോറിക്ഷകൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് അവരൊരു പല യൂണിയനിൽപ്പെട്ടവരെല്ലാവരും എന്ന് വെച്ചാൽ CITU, INTUC, AITUC, BMS, STU, TUC എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് അവരൊരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സൊസൈറ്റി ഉണ്ടാക്കിയതിന് ശേഷം അവരുടെ നിലപാടിലും പല കാര്യങ്ങളിലെല്ലാം വളരെ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഫേസ്ബുക്കും ട്വിറ്റർ പേജുകളും, അതുപോലെ തന്നെ QR കോഡ് ബേസ്ഡ് കോണ്ടാക്ട്ലെസ് ഫെയർ കളക്ഷൻ ഉണ്ട്. അതുപോലെ കൊച്ചി വൺ സ്മാർട്ട് കാർഡ് വെച്ചിട്ടുള്ള ഫെയർ കളക്ഷനിലേക്ക് അവർ പോവുകയാണ്. അതുപോലെ തന്നെ ഊബർ പോലുള്ള റൈഡ് ആപ്പ്, ഓസ എന്ന് പറയുന്ന റൈഡ് ആപ്പ് വെച്ചിട്ടുള്ള
ഒരു സിസ്റ്റം വരുന്നു. അതുപോലെ തന്നെ അവർ ഷെയർഡ് മൊബിലിറ്റി എന്ന് വെച്ചാൽ ഇപ്പം 2-3 പേര് 4 പേര് കയറുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഷെയർഡ് മൊബിലിറ്റി ഒരു 10 രൂപയ്ക്ക് 2 കിലോമീറ്റർ ഒരാൾക്ക് പോകാവുന്ന ഷെയർഡ് മൊബിലിറ്റി, ഈ മൊബിലിറ്റി മുതലേക്ക് പോവുകയാണ്. അപ്പൊ ഷെയർഡ് മൊബിലിറ്റി ഒക്കെ വരുമ്പോൾ ആൾക്കാരുടെ അഫോർഡബിലിറ്റി വളരെയധികം കൂടും. ഇപ്പൊ നമ്മൾ ഒരു ദിവസം ഒരു ഓട്ടോറിക്ഷയിൽ 30-40 രൂപ കൊടുക്കുന്നതിന് 10 രൂപ കൊടുത്ത് പോകുമ്പോൾ അതിന്റെ അഫോർഡബിലിറ്റി വളരെ കൂടുതലായിരിക്കും. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കൊച്ചിയിലെ ഓട്ടോറിക്ഷകളും സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടാതെ നമ്മൾ ഇവിടെ പ്രപ്പോസലിൽ ഇരിക്കുന്ന പ്ലാനിങ്ങിൽ ഇരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കൊടുങ്ങല്ലൂർ ടു എരമല്ലൂർ എന്ന് പറഞ്ഞ ഒരു കോറിഡോർ ഉണ്ട്. ആ കോറിഡോറിൽ ഒരു ഏകദേശം ഒരു BRT പോലത്തെ ഒരു സിസ്റ്റം ഉള്ള ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ്. അത് നാഷണൽ ഹൈവേയിൽ കൂടി ആയതുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അപ്രൂവൽ കൂടി ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമുക്ക് നമ്മുടെ വിഷനിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൂത്തോട്ട അങ്കമാലി എന്ന് പറഞ്ഞ ബസ് കോറിഡോർ, അതും നമ്മുടെ വിഷനിൽ ഇരിക്കുന്ന ഒരു പുതിയ ഒരു പ്രോജക്റ്റ് ആണ്. അതുപോലെ തന്നെ മുനമ്പം വൈപ്പില് ബഹുമാനപ്പെട്ട MLA-യുടെ നേതൃത്വത്തിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ബസ് മുനമ്പം വൈപ്പിൻ കോറിഡോർ 20 കിലോമീറ്ററിൽ, അതും ഒരു പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ഉള്ള ബസ് കോറിഡോർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിൽ ലോജിസ്റ്റിക്, ഇപ്പൊ പാസഞ്ചേഴ്സിന് മാത്രമല്ല ലോജിസ്റ്റിക്സിന് വേണ്ടിയിട്ടുള്ള ലോജിസ്റ്റിക്സ് ഹബ്ബ്, അതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും അതും വിഷനിൽ ഇരിക്കുന്നുണ്ട്, പ്ലാനിങ്ങിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ന്യൂ ജനറേഷൻ LRT അല്ലെങ്കിൽ ലൈറ്റ് മെട്രോ എന്നൊക്കെ നമുക്ക് പറയാം, അതുപോലത്തെ ഒരു സിസ്റ്റം, അത് തോപ്പുംപടിയിൽ നിന്ന് ഗോശ്രീ വരെയുള്ള ഒരു ഭാഗത്തേക്ക് ഉള്ളു. അതിൽ MG റോഡിൽ ഇന്റർചേഞ്ച്, മറ്റേ പുതിയ ഇപ്പോഴത്തെ മെട്രോയുമായിട്ടുള്ള ഇന്റർചേഞ്ച് ഉൾപ്പെടെയുള്ള സമയക്കുറവുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇത് ഉടനെ വന്നേക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ നമുക്ക് വല്ലാർപാടത്ത് നിന്ന് ഇടപ്പള്ളി വരെയുള്ള ICTT റെയിൽ റോഡ്, അത് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. 9.8 കിലോമീറ്റർ ഉള്ള വല്ലാർപാടത്ത് നിന്ന് നമുക്ക് ഇടപ്പള്ളിക്ക് വേണമെങ്കിൽ പോകാനായിട്ട് വല്ലാർപാടത്തും ഇടപ്പള്ളിയിലും സ്റ്റേഷൻ ഇപ്പൊ തന്നെ ഉണ്ട്. ഇനി മുളകുകാടും വടതലയിലും 2 സ്റ്റേഷൻ കൂടി അറേഞ്ച് ചെയ്താൽ വളരെ പെട്ടെന്ന് ആ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് എടപ്പള്ളി എത്താൻ പറ്റും. എടപ്പള്ളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ ഒരു ജംഗ്ഷനാണ്. അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ മൊബിലിറ്റി നീഡ് എല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് നമ്മുടെ മൊബിലിറ്റി ഹബ്ബുകളാണ്. മൊബിലിറ്റി ഹബ്ബുകളും കുറെ അധികം ഈ CMB-യിൽ തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് ആര് ചെയ്യും എന്നുള്ളതൊക്കെ പറ്റിയൊക്കെ പിന്നീട് ഉടനെ തന്നെ വരുമായിരിക്കുമെന്ന് തോന്നുന്നു. മൊബിലിറ്റി ഹബിന്റെ കുറച്ച് ഓവർവ്യൂസ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളും കാര്യങ്ങളുമാണ്. അതുപോലെ മൊബിലിറ്റി ഹബ്ബ് ബസ് പോർട്ട് ആയിട്ട് വരുന്നു. ബസ് പോർട്ട് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എയർപോർട്ടിൽ ഉള്ളതുപോലെയുള്ള സൗകര്യങ്ങൾ മൊബിലിറ്റി ഹബ്ബിൽ വരുന്ന പാസഞ്ചേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിലുള്ള ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ കൊച്ചിയിൽ വരുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കൊച്ചി MTA മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി വരുന്നുണ്ട്. അത് ഈ 1-ാം തീയതി തന്നെ വരും എന്നുള്ളതാണ്. ഈ നവംബർ 1 മുതൽ കൊച്ചിയിലെ MTA ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങും. അപ്പൊ അങ്ങനെ ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കറിയാം നേരത്തെ മുതൽ 2013 മുതൽ അതിന്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്ന അതിന്റെ ഇതാണ്. നാഷണൽ അർബൻ ട്രാൻസ്പോർട്ട് പോളിസിയിൽ അത് വിഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ പ്രവർത്തനം. 1 ഏജൻസി ഫോർ പ്ലാനിങ്, കോർഡിനേഷൻ, ഇന്റഗ്രേഷൻ, ഫിനാൻസിങ്, മാനേജ്മെന്റ് ആൻഡ് റെഗുലേഷൻ ഓഫ് അർബൻ ട്രാൻസ്പോർട്ട്. കൊച്ചിയിലുള്ള മുഴുവൻ ഈ ഗതാഗത പ്രശ്നങ്ങളെ എല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രത്യേക സഹായമൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ഏജൻസിയാണ് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട്. കേരള മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ആക്ട് നിലവിൽ വന്നു 2018. അതിനുശേഷം അതിന്റെ റൂൾസ് 19 നവംബറിൽ, അതിനുശേഷം അതിന്റെ റൂൾസ് വന്നു. ഇപ്പൊ ഈ 1-ാം തീയതി അത് ഫങ്ഷനിങ് ആകുകയാണ്. നവംബർ 1-ാം തീയതി അത് ഫങ്ഷനിങ് ആകുകയാണ്. അതിന്റെ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മൾക്ക് ഓപ്പറേഷണൽ ഇന്റഗ്രേഷൻ, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് പോളിസി ഇന്റഗ്രേഷൻ, ഫിസിക്കൽ ഇന്റഗ്രേഷൻ, ടെക്നോളജിക്കൽ ഇന്റഗ്രേഷൻ, ഇതിലെല്ലാം ഉള്ള ഇന്റഗ്രേഷൻ ഉൾപ്പെടെ ഉള്ള ഒരു മൊബിലിറ്റിയിൽ വളരെ നല്ല ഒരു എന്താ പറഞ്ഞാൽ ലണ്ടനിലുള്ള TFL പോലെയോ അല്ലെങ്കിൽ സിംഗപ്പൂറുള്ള LTA പോലെയോ ഉള്ള ഒരു സ്ഥാപനമാണ് അത്. ആ ഒരു ഉദ്ദേശത്തിലാണ് അങ്ങനെ ഒരു സ്ഥാപനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ആ സ്ഥാപനം വന്നു കഴിയാൻ നേരത്ത് കൊച്ചിയിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ
വളരെ നല്ലൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ആ ഒരു പ്രതീക്ഷയാണ് ഇനി ഉള്ളത്. അതുകൂടാതെ തന്നെ ഇപ്പോ നമ്മുടെ സ്റ്റേറ്റിൽ ഇല്ലാത്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഡയറക്ടറേറ്റ് ഓഫ് മൊബിലിറ്റി. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റില് ഈ പറയുന്നത് പോലെ നമുക്കൊരു തിങ്ക് ടാങ്ക് ഒന്നുമില്ല. സ്റ്റേറ്റിന് ഒരു തിങ്ക് ടാങ്ക് ഒന്നുമില്ല. സ്റ്റേറ്റിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും കൺസൾട്ടൻസിനെ എടുക്കുക, അതുപോലെ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഒരു തിങ്ക് ടാങ്ക് വേണം, ഒരു അഡ്വൈസറി വേണം എന്നുള്ളത് ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡയറക്ടറേറ്റ് ഓഫ് മൊബിലിറ്റി എൻവിഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ഡയറക്ടർ ഓഫ് മൊബിലിറ്റി വേണമെന്ന് പറയാനുള്ള കാരണങ്ങളുമുണ്ട്. മോട്ടോർ വെഹിക്കിൾ അമെൻമെന്റ് ആക്ടില് സെക്ഷൻ 66A-യും 67-ഉം ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അതുപോലെ കേരള ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ആക്ട്, കേരള മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ആക്ട്, കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി ആക്ട്, കേരള മുനിസിപ്പാലിറ്റി ആക്ട് ആൻഡ് പഞ്ചായത്ത് രാജ് ആക്ട്. ഈ ആക്ടിന്റെ എല്ലാം പൂർണ്ണമായിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് മൊബിലിറ്റി പോലെയുള്ള ഒരു ഉന്നത നിലവാരമുള്ള ഒരു തിങ്ക് ടാങ്ക് പോലുള്ള ഒരു സിസ്റ്റം ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന MTA എല്ലാം പല സ്ഥലത്തുനിന്നും നമ്മൾ കൺസൾട്ടന്റുമാരെ വെച്ചിട്ട് തെറ്റായ ചില ഡാറ്റയും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതെടുത്തിട്ട് അത് നമ്മൾ വിഴുങ്ങാനായിട്ട് ബാധ്യസ്ഥരായി തീരും. അപ്പൊ അത് സ്വന്തമായിട്ടുള്ള ഒരു ഡയറക്ടറേറ്റ് ഓഫ് മൊബിലിറ്റി വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചിയിലെ ഗതാഗത പ്രശ്നങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത്രയും നേരം എന്നെ എല്ലാവരും ശ്രമിച്ചതിൽ വളരെ നന്ദി. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഡെവലപ്ഡ് കൺട്രി ഈസ് നോട്ട് എ പ്ലേസ് വെർ പുവർ ഹാവ് കാർസ്, ഇറ്റ് ഈസ് വെർ ദ റിച്ച് റൈഡ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. എൻറിക് പനലോസ എന്ന് പറഞ്ഞ ബൊഗോട്ടയിലെ മേയറുടെ പഴയ ഒരു കോട്ടാണ്. അപ്പോൾ നമ്മളുടെ സിറ്റി കൊച്ചി ഇതുപോലെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വെബിനാറിൽ ഒരു പ്രഭാഷണം നടത്താനുള്ള അവസരം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞു എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് കഴിഞ്ഞ് അടുത്ത പ്രഭാഷണങ്ങൾ കഴിഞ്ഞിട്ടോ അത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. ഓക്കെ, താങ്ക് യു. സാറിന് പ്രത്യേകം നന്ദി.